പ്രിയമുള്ള പ്രവാസികളെ, തണലേകിയ സോദരരെ, റബ്ബിനോടിന്നിതാ ഞാൻ തേടുന്നു. തനിച്ചല്ല നിങ്ങൾ, കൂടെയുണ്ട് ഞങ്ങൾ. ഈ കാലവും ഈ വ്യാധിയും ദൂരെ മാഞ്ഞു പോകുമേ. പ്രിയമുള്ള പ്രവാസികളെ, തണലേകിയ സോദരരെ. ഈ ഒരു പാട്ടാണ് ആണല്ലേ. ഇവിടെ താങ്കൾക്ക് ഇതുപോലെ ഉണ്ടാവുമല്ലോ, മനസ്സിൽ സ്പർശിച്ച ഏതെങ്കിലും സെലക്ട് ചെയ്യുമ്പോൾ മുന്നിൽ നിൽക്കുന്ന അതൊന്നും? എനിക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്തായാലും ഉണ്ടാവുക എൻ്റെ മോൻ ആദ്യമായിട്ട് പാടി ജനങ്ങൾ സ്വീകരിച്ച ആ ഒരു പാട്ട് തന്നെയാണ് പൂമരം എന്നുള്ള പാട്ട്. കാരണം ഞങ്ങൾക്ക് ഒരു തരത്തിൽ ഭാഗ്യം കൊണ്ടുവന്നൊരു പാട്ട് തന്നെയാണ് എൻ്റെ മോന്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ലെവലിലേക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവന് ഇത്രയും ജനങ്ങൾ സ്വീകരിക്കും, ഇത്ര കുഞ്ഞിലെ അവൻ പാടുന്നു. അതന്നെയാണ് ഏറ്റവും വലിയ പ്രിയപ്പെട്ട പാട്ടെന്ന് പറയുന്നത്. ഒരിക്കലും മനസ്സിന്ന് ഒരിക്കലും വായിക്കാൻ പറ്റാത്തൊരു പാട്ട് അവൻ ആദ്യമായി പാടിയതാണ്. സിബ്രാനെ സംബന്ധിച്ചിടത്തോളം ഉപ്പയും ഉമ്മയൊക്കെ പാടുന്നത് പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഒരു പാട്ടുകളൊക്കെ അറിയാലോ. ഉപ്പ പാടിയത് ഏറ്റവും നല്ല പാട്ടായിട്ട് മോന് തോന്നിയത് ഏതാണ്? എനിക്ക് ഉപ്പാന്റെ ചെമ്പകപ്പൂ ചന്തമേ എന്നുള്ള പാട്ടാണ് എനിക്ക് അത്ര ഇഷ്ടമായത്. ഉമ്മയുടേതോ? ഉമ്മാന്റെ ശുക്രിയ എന്നുള്ള പാട്ട്. ഓക്കെ ഓക്കെ. ആ ചെമ്പകപ്പൂ നമുക്കൊന്ന് പാടാം. ചെമ്പകപ്പൂ ചന്തമേ ഞാൻ കൊതിച്ച താരമേ, ചെമ്പകപ്പൂ ചന്തമേ ഞാൻ കൊതിച്ച താരമേ, നീ എനിക്ക് സ്വന്തമാകുമോ പെണ്ണേ, നീ എനിക്ക് സ്വന്തമാകുമോ. എത്ര നാളിരുന്നു ഞാൻ ഒന്നു കണ്ടു മിണ്ടുവാൻ, എത്ര നാളിരുന്നു ഞാൻ ഒന്നു കണ്ടു മിണ്ടുവാൻ, ഇഷ്ടമൊന്ന് ചൊല്ലാമോ പെണ്ണേ, ഇഷ്ടമൊന്ന് ചൊല്ലാമോ. ഓക്കെ. ഒരു പാട്ട് താങ്കളൊന്നും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതുകൂടി ഒന്ന് പാടിയാൽ നമുക്ക്. അത് ശുക്രിയ, നമ്മുടെ താൽബോയ്സ് ആണ് അത് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് താൽബോയ്സിന്റെ മാർക്കറ്റിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അത് നല്ല സപ്പോർട്ടാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്.